ചെറുപ്പം പലരും വലിയ വീടുകളൊക്കെ പണിതിട്ട് അവർക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരാതിരിക്കാനും അങ്ങനെ വന്നാൽ അവരെന്തൊക്കെ ചെയ്യണം? നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് നമുക്കറിയാം ഒരു പെർമിഷൻ എടുക്കാതെ നമുക്ക് വീട് പണിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പലപ്പോഴും പഞ്ചായത്തിൽ നിന്നൊക്കെ പെർമിഷനോട് കൂടിയാണ് നമുക്ക് വീടുകൾക്ക് പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഇൻകം ടാക്സ് റെക്കോർഡ്സും പ്രോപ്പറാക്കി വെക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. റിട്ടേൺ നമ്മൾ വളരെ ചെറിയ ഒരു ഇൻകത്തിന് ചെയ്തിട്ട്, ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്തിട്ട് വലിയൊരു വീട് പണിയുമ്പോൾ നമുക്കത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻഫോർമേഷൻസ് എല്ലാം കോർപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യും. ഇത്രയും സ്ക്വയർ ഫീറ്റിനുള്ള വീട് പണിതു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അവർ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ ആ എസ്റ്റിമേറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സോഴ്സ് പ്രൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഈ വീട് പണിത ആൾക്കാണ്. ഇല്ലെങ്കിൽ അവരിത് അൺഎക്സ്പ്ലെയിൻഡ് മണി ആയിട്ടോ അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ടോ ടാക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ റേറ്റിലാണ് ഒരു ടാക്സ് ചെയ്യുക. ഇങ്ങനത്തെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് വീട് പണിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ റേറ്റിലാണ് ടാക്സ് ചെയ്യുക. ഓൾമോസ്റ്റ് ആ എമൗണ്ടിൻ്റെ അത്ര തന്നെ ടാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഒരു വീട് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചാർട്ടേഡ് എഞ്ചിനീയറെ കൊണ്ട് വാല്യൂ ചെയ്യിക്കുക, എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ വാല്യൂവിലേക്കുള്ള സോഴ്സ് നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്ത് ഇല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. സബ്സിക്വൻ്റ് ആയിട്ടുള്ള പീരീഡുകളിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേണൊക്കെ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടുതൽ ഇൻകം ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേണിൽ ഇൻകം ഡിക്ലെയർ ചെയ്ത് നമുക്ക് സഫീഷ്യൻറ്റ് സോഴ്സ് ഉണ്ടെന്നുള്ളത് ഉറപ്പിക്കാം.